കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ബഹുമാന്യനായ നടൻ സലീം കുമാറിന് ഒരു സ്മാരകമെന്നോണം എന്തോ നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ നീക്കിവെച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് വിമർശനാത്മകമായ ചർച്ച നടന്നു. ആ 1 കോടി രൂപ എന്തിനാണ്? സ്ഥാപിക്കുന്ന പ്രതിമകൾ പക്ഷിമൃഗാദികൾ കാഷ്ടിക്കപ്പെട്ട നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന കാലത്ത് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു സഹായമോ അദ്ദേഹത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സലീം കുമാർ ഭവന പദ്ധതിയോ, അതായത് അവശ കലാകാരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ അത് നന്നാകുമായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചയുണ്ടായി. അത് അല്ല എൻ്റെ വിഷയം. ഞാൻ പല കാലങ്ങളായി പറയുന്ന പല വീഡിയോകളിലും ഞാൻ പ്രതിപാദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ പല സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ വ്യക്തിപരമായി അവർക്ക് സ്ഥലം നൽകി ട്രസ്റ്റുകളും അവർക്ക് സ്ഥലം നൽകി അവരുടെ സ്മാരകങ്ങളും ബഡ്ജറ്റിൽ പോലും തുക അനുവദിക്കുമ്പോൾ വല്ലാണ്ട് ആവേശം കൊള്ളുകയും എന്നാൽ ഇന്നും ഒന്നുമില്ലാണ്ട് അവഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ബഹുമാന്യരായ സൈനികർ. ഒരുപക്ഷെ കേരളത്തിൽ വേറെ ഏതെങ്കിലും വഴിയിലൂടെയോ മാർഗത്തിലൂടെയോ ആരെയും കറക്കി എന്തെങ്കിലും ഒപ്പിച്ച് എവിടെയെങ്കിലും പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ അത്തരമൊരു സാഹചര്യങ്ങൾക്കും ഒരവസരവുമില്ലാതെ പണിയെടുക്കുന്നവർ ആണ് ഈ സൈനികർ എന്നുള്ളത് രാജ്യസ്നേഹത്തിൻ്റെ കാപട്യമൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഏറിക്കയറ്റി അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ആ ചർച്ചകളൊക്കെ മാറ്റിവെച്ചാലും സത്യസന്ധമായി പറയാൻ പറ്റും. കാരണം അവരുടെ മുന്നിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള അഴിമതിക്കോ വസ്തു കച്ചവടത്തിനോ വേറെന്തെങ്കിലും വിരട്ടലിനോ ഒന്നും യാതൊരു സാധ്യതയുമില്ല. അവരൊരു ചെറുപ്രായത്തിലെ സൈനികരായി പോകുന്നു, അവിടെ പണിയെടുക്കുന്നു. അവർക്ക് ന്യായമായ വേതനം കിട്ടാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമേ ആയുള്ളൂ. അതിനു മുമ്പ് വിരമിച്ചവർക്കൊന്നും ന്യായമായ വേതനവും കിട്ടിയിട്ടേ ഇല്ല. ആകെയുള്ള കാര്യം എന്താ? ഓരോ റിപ്പബ്ലിക് ദിനം വരുമ്പോഴും ഓരോ സ്വാതന്ത്ര്യദിനം വരുമ്പോഴും പിന്നെ അതുകൂടാതെ ഇപ്പോൾ കാർഗിൽ ദിനം വരുമ്പോഴും സൈനിക ദിനം വരുമ്പോഴുമൊക്കെ വളരെ ആവേശകരമായി പോസ്റ്റുകളിടും, മൈക്കിലൂടെ പ്രസംഗിക്കും. ധീരസൈനികർ നമ്മുടെ കരുത്താണ്, നമ്മുടെ വേറെന്തൊക്കെയാണ് എന്ന് പറയുന്നെങ്കിലും അവരോടുള്ള സമീപനത്തിൽ വെറും മാങ്ങാത്തുലി സമീപനമാണ് പലപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. കേരളത്തിൽ ഉദ്ദേശം 2 ലക്ഷത്തോളം വിമുക്ത ഭടന്മാരുണ്ടെന്നാണ് ചില സെക്കൻഡറി ഡേറ്റ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. സൈന്യത്തിലുള്ളവർ ഏതാണ്ട് 90,000-അടുത്ത് വരും എന്നും പറയപ്പെടുന്നു. ഇതുകൂടാതെ ഈ എണ്ണത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ വിമുക്ത ഭടന്മാരുടെ എണ്ണത്തിൽ അവരിൽ മരണപ്പെട്ടു പോയ അവരുടെ വിധവകൾ ഉൾപ്പെടെയാണ് ഇതിൽ വരുന്നത്. അതിൽ കരസേനയിൽ ഏതാണ്ട് 1,50,000-വും വ്യോമസേനയിൽ ഏതാണ്ട് 24,000-വും നാവികസേനയിൽ 15,000-വും എല്ലാം കൂടി ചേർത്താണ് ഈ കണക്കിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ പരിശോധിച്ച ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ തെക്കൻ ജില്ലകളിലാണ്. കാരണം വടക്കൻ ജില്ലകളിൽ നിന്ന് അങ്ങനെ സൈന്യത്തിൽ പോകുന്നതൊരു ആകർഷണീയമായ സംഗതിയായിരുന്നില്ല. എന്നാൽ തെക്കൻ ജില്ലകളിൽ, കാരണം വടക്കൻ ജില്ലകളിലെ ഒരു യൂത്ത് ഫോഴ്സ് അന്നേ മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള രാജ്യങ്ങളിലേക്കുമൊക്കെ പോയി. എന്നാൽ തെക്കൻ കേരളത്തിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരൊരുപാട് പേർ ഈ പറഞ്ഞ ആർമി, നേവി, എയർഫോഴ്സ് കൂടാതെ BSF, CRPF, CISF എന്നൊക്കെ പറയുന്ന മറ്റു പല സേനകളിലേക്കും സേവന മേഖലകളിലേക്കും ഒക്കെ പോയി. സത്യത്തിൽ ഈ സൈനികർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉചിതമായ ഒരു സ്മാരകം ഈ സംസ്ഥാനത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വയോജന വകുപ്പ് രൂപീകരിക്കുന്നു, വൃദ്ധരായ മനുഷ്യരെ പരിപാലിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ, നല്ലതാണ്. പക്ഷേ എന്നാൽ ഈ സൈനികരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് ഇതിൽ നല്ലൊരു ശതമാനം പേരും വീണ്ടും സേവന തൽപരരാണ് പല കാര്യങ്ങളിൽ. കാരണം ഈ സാധാരണ സർവീസിൽ നിന്ന് വിരമിച്ചു വരുന്നത് പോലെ അകാല വാർദ്ധക്യവും ഒരുപാട് രോഗങ്ങളും ഒന്നുമായിട്ടല്ല അവർ വരുന്നത്. അവർക്ക് നല്ല ഡൈനാമിക്കായിട്ടുള്ള ഒരുപാട് മേഖലകളിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ ഇന്ന് പലപ്പോഴും വളരെ ദയനീയമായി പറയട്ടെ, ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ക്യാൻറ്റീനുകളിലും ഹോട്ടലുകൾക്ക് മുന്നിൽ ബോർഡ് പിടിച്ചുകൊണ്ട് നിൽക്കാനും കല്യാണ വീടുകളിലെ കാർ പാർക്കിങ്ങിലും ഒക്കെയാണ് കാണുന്നത്. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ പോയിട്ട് വയസ്സായി വരുന്നവർക്ക് നാട്ടിൽ വരുമ്പോൾ ഞാൻ സമ്പാദിച്ചിട്ട വീട്, ഞാൻ വാങ്ങിച്ച വസ്തു എന്നൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ വരുന്നവർക്ക് അങ്ങനെ പോലും പറയാനില്ലാതെ ജീവിതാന്ത്യത്തിൽ ആട്ടും തൂപ്പും കേട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മലയാള മനോരമ ഒരു വിമുക്ത ഭടനെ സ്വന്തം മരുമകൻ ആട്ടിയിറക്കി വിടുന്നതും ഒടുവിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നതുമായ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. തപ്പി നോക്കണം കേട്ടോടാ, കിട്ടും ചിലപ്പോൾ. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനും ഇടാം. അപ്പോൾ അത് കണ്ടപ്പോൾ കൂടിയാണ് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ
ഈ യുദ്ധസ്മാരകങ്ങളെന്ന പേരിൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പാളയത്ത് അല്ലെങ്കിൽ പാങ്ങോട്, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂരൊക്കെ ഓരോരോരോ ചെറിയ ബോർഡുകളും സംവിധാനങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ വെച്ചിരിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ സൈനികരുടെ അവരുടെ സേവനങ്ങളുടെ സ്മാരകമായി ഒരു സ്റ്റേറ്റ് സൈനിക് മ്യൂസിയം, ഒരു സ്റ്റേറ്റ് സൈനിക മ്യൂസിയം, ഒരു സ്മാരകം, അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ മ്യൂസിയത്തിൽ ഈ പറയുന്നത് പോലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത അതിനുവേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കവചിത വാഹനങ്ങളുടെ സംവിധാനങ്ങൾ, പിന്നെ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച യുദ്ധവിമാനങ്ങളുടെ പതിപ്പുകൾ, പിന്നെ നാവികസേനയുടെ വിവിധങ്ങളായ ഉപകരണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാനാവും. പിന്നെ ഒരു ഗ്യാലറി ഓഫ് ഹീറോസ് എന്ന പേരിൽ ഈ സൈനിക വൃത്തിയിൽ ഏർപ്പെട്ട് വീരചക്രയും പരംവീരചക്രയും നേടിയ നമ്മുടെ മലയാളികളായ സൈനികർ, ഗാർഗിലിൽ പോലും ജീവൻ വെടിയേണ്ടി വന്ന ആ സൈനികരുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും ഏറ്റവും മഹത്തായവരുടെ എന്തെങ്കിലും തരത്തിലുള്ള രൂപങ്ങളും ഒക്കെ അവിടെ പ്രദർശിപ്പിക്കാം. അവരുടെ കുടുംബത്തിൻ്റെ ചരിത്രമായി, ഈ സമൂഹം തിരിച്ചറിയപ്പെടുന്ന അടയാളത്തിൻ്റെ ചരിത്രമായി അങ്ങനെ ഒക്കെ പ്രദർശിപ്പിച്ചാൽ ഈ വരുന്ന പുതിയ തലമുറ അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകാനും, നമ്മൾ വെറുതെ പറയുന്ന ജനഗണമന ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, വന്ദേ മാതരം മൊത്തം പാടണം എന്നൊക്കെ പറയുന്ന ഈ ദേശീയതയുടെ ഈ ഫ്ലിംസി തോട്ട്സ് ഉണ്ടല്ലോ, ആ ഫ്ലിംസി തോട്ട്സിനപ്പുറത്ത് ഇത്തരം ചില ക്രിയാത്മകമായ സംഗതികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മരിച്ച സൈനികരുടെ പേര് വിവരങ്ങൾ, യുദ്ധത്തിലേർപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ ധീരദേശാഭിമാനികൾ, പോരാടിയവർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നെങ്കിലും അതൊക്കെ കേവലം അവരുടെ പെട്ടി കൊണ്ടുവരുമ്പോൾ സല്യൂട്ടടിച്ച് 2 പുഷ്പചക്രം വെക്കുന്നിടത്ത് അവസാനിക്കുകയാണ്. പിന്നെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിനോ അത് കേൾക്കുന്നതിനോ അവർക്ക് പറയുന്നതിനോ ഒന്നും ഒരു സംവിധാനവുമില്ല. അതുപോലെ അവിടെ തന്നെ ഈ ആയുധങ്ങളുടെയും യൂണിഫോമുകളുടെയും ഒക്കെ വിവരങ്ങൾ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ പല കാലഘട്ടങ്ങളിൽ സൈന്യത്തിൽ വന്നിട്ടുള്ള ഈ യൂണിഫോമുകളുടെ വ്യത്യസ്തമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പല സേനയുടെ വ്യത്യസ്തമായ യൂണിഫോമുകളുടെ സാമ്പിൾ, അതടക്കമുള്ളവ ഈ പറയുന്ന പവലിയനിൽ പ്രദർശിപ്പിക്കാം. പിന്നെ ചരിത്രരേഖകളും യുദ്ധഭൂമികളുടെ പുനരാവിഷ്കാരവും, എന്നുവെച്ചാൽ ഒരുപാട് ചരിത്രപരമായ യുദ്ധങ്ങളെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. 1962 ഇൻഡോ ചൈന യുദ്ധം, 65 71 ഇൻഡോ പാക് യുദ്ധം, 1999 ഗാർഗിൽ യുദ്ധം, ഇതിൻ്റെയൊക്കെ ചരിത്രം വിവരിക്കുന്ന 3D മാതൃകകളിലുള്ള വിഷ്വൽസ് വളരെ മനോഹരമായി ഉണ്ടാക്കാം. അതൊക്കെ വരുന്നവർക്ക് 10-100 രൂപ ഫീസ് വാങ്ങിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുമൊക്കെ അത് കാണിച്ചു കൊടുത്താൽ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകും, ഇൻകം ഉണ്ടാവും, വളരെ മികച്ച രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി കഴിയും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ ഉയരത്തിലെ സിയാച്ചിൻ പോലെയുള്ള 10,000-കണക്കിന് അടി ഉയരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പല സൈനികരും പല ചിത്രങ്ങളും അവിടുന്ന് നമുക്ക് അയച്ചു തരാറുണ്ട്. അപ്പം നമുക്ക് തോന്നാറുണ്ട് ഈ മഞ്ഞുമലകളിൽ കയറുന്നതിൻ്റെ പ്രയാസവും അതിൻ്റെ അവിടുത്തെ ഒരു ക്ലൈമറ്റും അവിടുത്തെ ഒരു അന്തരീക്ഷവുമൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ മനോഹരമായി ചിത്രീകരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നമുക്ക് കഴിയും. അത്തരമൊരു മ്യൂസിയം യഥാർത്ഥത്തിൽ കേരളത്തിന് അനിവാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലത്തെല്ലാം തിയേറ്റർ അനുഭവങ്ങളായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം തിയേറ്റർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഏതെങ്കിലുമൊക്കെ ചരിത്രപരമായ യുദ്ധത്തിൻ്റെ കഥകൾ, അത് ഞാൻ പറഞ്ഞതുപോലെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞ് വീണ്ടും വംശീയത ആളിക്കത്തിക്കാൻ വേണ്ടിയല്ല, രാജ്യസ്നേഹം ജ്വലിപ്പിക്കുന്ന ധീരദേശാഭിമാനികളുടെ കഥകളുണ്ട്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആലന്തര പട്ടാളം എന്ന നാടൻ പേരിലാണ് വിളിച്ചത്. അദ്ദേഹം പട്ടാളത്തിലായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും രേഖകൾ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് ആദ്യത്തെ വീരചക്ര ജേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഇത് അദ്ദേഹം വന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. പിന്നെ ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചോ? ഒന്നുമില്ല. പിന്നെ അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു പരിപാടിയൊക്കെ വെച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അങ്ങനെ എത്രയോ പേരാണ് തമസ്കരിക്കപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ വലിയ വീരസ്യം പറയും, പട്ടാളക്കാർ നമ്മുടെ ജീവനാണ്, അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അതെ, അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ട് നമ്മളങ്ങ് ഉറങ്ങുകയാണ്. ഉണർന്ന് അവരെന്ത് ചെയ്യുന്നുവെന്ന് നോക്കുകയോ അവർക്കൊരു മാന്യമായ എക്സിറ്റ് പ്ലാനും അവരിത് കഴിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ ചരിത്രം, അവരിടപെട്ട മേഖലകൾ, ഇതൊന്ന് സമൂഹത്തിന് മുന്നിൽ ചെയ്യുന്നതിനോ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
അവരും വിവിധ സംഘടനകളായി ഇങ്ങനെ ഓഗസ്റ്റ് 15 ഒരു പതാക ഉയർത്തി, റിപ്പബ്ലിക് ദിനമാകുമ്പോൾ ഒരു പതാക ഉയർത്തി, അവർ പറയുന്നത് കേൾക്കാൻ കൊച്ചുമക്കളെപ്പോലും കിട്ടാതെ അവരും ഈ പറഞ്ഞതുപോലെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുകയാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളൊരു സ്റ്റേറ്റ് സൈനിക് മ്യൂസിയം, ഒരു സ്മാരകം, വ്യക്തിയുടെ പേരിലല്ല, ഒരു വലിയ സംഭാവനകൾ നൽകുന്ന ഒരു സമൂഹത്തിൻ്റെ പേരിൽ, അത് ഇന്നത്തെ കാലത്തിന് അനിവാര്യമാണ്. ഇന്ന് വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ നാട് സന്ദർശിക്കാനെത്തുമ്പോൾ, പ്രത്യേകിച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയായ നമ്മുടെ നാട്ടിൽ വളരെ ഫലപ്രദമായി, ഒരുപക്ഷെ മറ്റൊരു ബഡ്ജറ്റ് ഹെഡുമില്ലാതെ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വരുമാനത്തിന് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എത്രയോ അഴിമതിക്കാരും കള്ളന്മാരും കൊള്ളക്കാരും കോടികൾ സംഘടിപ്പിച്ചവരുമായ പല രാഷ്ട്രീയ പൊതുപ്രവർത്തകരുടെയും പേരിൽ ചെയറുകളും അതുപോലെ തന്നെ സ്മാരകങ്ങളും അതിനുവേണ്ടി സ്ഥലവും ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ, ഈ ധീരദേശാഭിമാനികളായ, രാജ്യത്തിന് വേണ്ടി വളരെ തുച്ഛമായ വരുമാനത്തിൽ പോരാടിയ, ഒന്നുമില്ലാതെ ജീവിതം മുഴുവൻ എവിടെയോ ജീവിച്ച് തീർത്ത, ഇനിയും എന്നും ആവശ്യമായ ഈ സൈനിക സമൂഹത്തിന് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പങ്കുവെക്കപ്പെടണം, ഇത് ഭരണകൂടം അറിയണം, രാഷ്ട്രീയ നേതാക്കൾ അറിയണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ഇത് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നാരും സൈനികരില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിപരമായ താല്പര്യത്തിലുമല്ല പറയുന്നത്. മറിച്ച് ഞാൻ ഈ ചുറ്റുപാടുകളിൽ നേർക്ക് നേരെ കണ്ട ഒരുപാട് മനുഷ്യരുടെ കഥകളുണ്ട്. ഞാൻ തോട്ടപ്പള്ളിയിൽ KMMലുമായി ബന്ധപ്പെട്ട ഈ പൊഴി മുറിക്കൽ ചടങ്ങുമൊക്കെയായി അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ പരിസരത്ത് ധീരമായി ഇതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സൈനികൻ്റെയൊക്കെ ജീവിതം കണ്ട് എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. സത്യത്തിൽ അദ്ദേഹം ജീവിക്കണേ എന്നല്ല, മരിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ഓരോ മനുഷ്യരുടെയും ഈ കൂട്ടത്തിൽ വരുന്നവരുടെ സ്ഥിതി. കൂലിപ്പണിക്ക് പോകുന്നവർ, വിറക് കീറാൻ പോകുന്നവർ ഒക്കെയുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഉണ്ട് പല ബാഡ്ജുകളും പല ഗുഡ്സ് ആൻഡ് റീസെൻട്രിയും ഒക്കെ. അതൊന്നും പുഴുങ്ങി തിന്നാൽ ജീവിതമാവില്ലല്ലോ. കുറഞ്ഞ പക്ഷം അവരെ കേൾക്കാൻ, അവരെ ഉപയോഗിച്ച് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ, അവർക്ക് വന്നിരിക്കാൻ, അവരുടെ കുടുംബങ്ങളെ കേൾക്കാൻ ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഈ മ്യൂസിയം കോംപ്ലക്സ് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.